കുറച്ച് നേരത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തീറ്റിയുറപ്പ് രാവിലെ. ആ പുല്ലും കൂടെ അറുത്തൂടെ അമ്മേ? ആ പുല്ലും കൂടെ. ആ ആടിന് തിന്നാൻ കൊള്ളത്തില്ലെന്ന് തോന്നില്ലേ? തിന്നാൻ പറ്റും കുള്ളു. അത് തിന്നുന്നയാണോ തീറ്റി? ആ പുല്ലൊക്കെ ഓണ്ട്. ആ പുല്ലൊക്കെ കയറി കുത്തനെ കിടക്കുക. വഴുതി വീഴല്ലേ? ആയിൽ പിടിച്ച് കിടക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്ന് മുഴുവനെ നിന്നാൽ പോലും ചൂട്. ഇന്ന് മൊത്തമേ തണുപ്പത്തോ? ആ കൊന്നക്കമ്പ് തോനെ തിന്നാലും ഊറ്റിറങ്ങും. അതാ ഈ ആടിൻ്റെ അങ്ങനെയല്ലേ ഒന്ന് ചത്തുപോയത്? അങ്ങനെയല്ലേ ഊറ്റ ചെയ്യുന്നതല്ലേ ഒരാട്ടുംകുട്ടി ചത്തുപോയത്? ആ പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ തകർന്നിരിക്കുന്നൊരവസ്ഥ കണ്ടോ. കൊണ്ടുവന്ന് ഇനി ഷോറൂമിൽ കൊടുക്കണം, സർവീസിന് കയറ്റണം വണ്ടി. ഇത് ഇനിയെല്ലാം തീറ്റയെല്ലാം വെച്ച് കയറ് കൊണ്ടുവന്നിട്ടുണ്ട്. കയറെല്ലാം വെച്ച് കെട്ടി വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകണം. ഒന്നാമതെ പായലാണ്, സ്ലിപ്പാവും ബ്രേക്ക് പിടിക്കുമ്പോൾ. മഴയും കൂടെ വീണ് കിടക്കുന്ന സമയമായതുകൊണ്ട് പായൽ കാണും. ഇറക്കമുണ്ട്, ഒരു കുത്തനെ ഇറക്കവും കൂടെ ഉണ്ട്. ആ ഇറക്കം കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റോഡിൽ കൂടെ പോവാം. കുറച്ച് നാളേറെ ആയെന്ന് തോന്നുന്നു ഈ വീടിങ്ങനെ വെച്ചിട്ടേക്കുന്നത്. പണിയൊന്നും പൂർത്തിയായിട്ടില്ല. അത്യാവശ്യം നല്ലൊരു വാർത്തൊരു വീടാണ്, 2 നിലയാണ്. അത്യാവശ്യ ഭംഗികളും കാഴ്ചകളും ഉണ്ട് അതിനകത്ത്. സിറ്റൗട്ടില്ല. ഉണ്ട്. സ്കൂട്ടറിൻ്റെ ചുറ്റും കടന്തൽ കറങ്ങുക. ഇതിനകത്തെങ്ങാനും കൂടും കൂട്ടി വെച്ചിട്ടുണ്ടോയെന്നും അതും അറിയത്തില്ല. മൊത്തം കറങ്ങുന്നു കേട്ടോ. തേനീച്ചയാണ് കടന്തലാണ്. എന്തായാലും നോക്കട്ടെ ഗേസ്. ഇവിടെ ഉണ്ട്. മതിയോ? ഇനിയും അറക്കണമെന്നോ? ഇനിയിപ്പം ഇവിടെ നിന്ന് ഇതെല്ലാം അതൊക്കെ തിന്നുന്നതാണ്. എന്നാ പിന്നെ അതും കൂടെ വലിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വീഴല്ലേ കേട്ടോ. ഒത്തിരിയും വട്ട നിൽപ്പുണ്ട്. വട്ട തൊണ്ടിയൊക്കെ ആടിന് ദഹനത്തിന് നല്ലത്.
എല്ലാം കൂടെ ഒരു പിടി തീറ്റി എടുക്കാനോ ആയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വാ 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 വാ. സമയം കിടപ്പുണ്ട് കൊണ്ടുപോകാനുള്ള. അവിടെ പാറക്കെട്ടുണ്ടേ. ചീങ്ക. ഓ, ഇത്രയും തീറ്റിക്കായിരിക്കും പോയത് മേലോട്ട് ഞാൻ അറുത്ത് ഒരു പിടി. ഞാൻ കുറച്ചേറെ തീറ്റി അറുത്ത് വെച്ചു. പക്ഷെ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു കെട്ടും കൊണ്ട് പോകും. ഒരു വെള്ളം കുടിച്ചിട്ട് ബാക്കി. അല്ല, നമുക്കൊന്ന് നോക്കാം. സീറ്റിൻ്റെ പുറമേലും ഫ്രണ്ടിലുമായിട്ടേ അതിനുള്ള സ്ഥലം. അവിടെ നിൽക്കാം. ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ നിൽക്കണോ? ഇപ്പം വേണ്ട, കയറിയിട്ട്. തീറ്റിക്കൊരു പഞ്ഞമില്ല. ബാക്കി തീറ്റിയാണ്. ഗെയ്സ്, തീറ്റി വാർത്തുകൊണ്ട് ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗെയ്സ് മഴ പെയ്യുന്നത്. ഊട്ടൂരാൻ ഭയങ്കര പാടാ. എൻ്റെ പോലെ ശ്വാസം വീണത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഒന്നും കടിക്കത്തില്ല. കാലിന് കടി കേൾക്കത്തില്ല. പെരുങ്കാട്ടി കയറുമ്പം തഞ്ചമുണ്ട്. വീടെല്ലാം മൂട്ടിയിട്ട് ഞങ്ങൾ ഇനി തീറ്റിക്ക് ഇറങ്ങി പോവുക. ആടിന് 2-3 ആടുണ്ട്. അതിന് തീറ്റി ഇറക്കാൻ പോവുകയാണ് ഗെയ്സ്. നിങ്ങൾ എങ്ങനെ കയറി വന്നെന്ന്? പിന്നല്ലാതെ തിരക്കിയൊന്നും പോയില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതുവഴി വരത്തില്ല. വഴിയിങ്ങോട്ട് കയറി വന്നത്. കഥ തുറന്നാട്ട് അത് ഇച്ചിരി ഇതുണ്ടെന്ന് തോന്നുന്നു, ടൈറ്റ് പോലുണ്ട്. ചിലപ്പോഴങ്ങ് തുറക്കും. ഓ, തീറ്റി വന്ന് ഇനി തീറ്റി ഇറത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേനും വേണ്ട അത് അലയ്ക്കുന്ന കിടന്ന് കൊണ്ടുവന്നപ്പോഴത്തേന് സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ സംസാരം കേട്ടപ്പോഴത്തേനും അത് ചുമ്മാ അല്ല കിടന്ന് അലയ്ക്കുന്നത്. എന്നാ അതുള്ളത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് കൊടുത്തോളാം. 1 മണിക്കൂർ പോലും എടുത്തോ, പെട്ടെന്ന് വന്നില്ലയോ? ഇതിന് തന്നെ താൻ പോയി കൈവയ്യാതെ പൊക്കണം, എടുക്കണം, എവിടെയെങ്കിലും വീഴണം. എന്താ ശരിയല്ലേ? ഒരാൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെത്താൻ കിടന്ന് കഷ്ടപ്പെടുമ്പം വിഷമം ഉണ്ടാവും.